കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 100%. ഇന്ന് നമ്മൾ ബട്ടൺ അമർത്തി ഫ്ലഷ് ചെയ്തിങ്ങ് പോരും, എല്ലാം മറക്കും. പക്ഷേ 500, 1000, 10,000 വർഷം മുമ്പ് മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ടാവും? മധ്യകാല യൂറോപ്പിൽ ആളുകൾ ചിലപ്പോൾ ജനലിലൂടെ നേരെ തെരുവിലേക്കാണ് ഈ മാലിന്യങ്ങൾ എറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പല നഗരങ്ങളിൽ കൂടെ നടക്കുന്നത് ഒരു അഡ്വഞ്ചർ സ്പോട്ടായിരുന്നു. പഴയ റോമാക്കാരോ കൂട്ടമായിട്ടിരുന്ന് സൊറയൊക്കെ പറഞ്ഞ് പബ്ലിക് ടോയ്ലറ്റുകളിലാണ് കാര്യം സാധിച്ചിരുന്നത്. പക്ഷെ അവർ ടോയ്ലറ്റ് പേപ്പറിന് പകരം ഉപയോഗിച്ചത് എന്താണെന്ന് കേട്ടാൽ അയ്യേ എന്ന് പറയും നിങ്ങൾ. ജീവനുള്ള എല്ലാ ജന്തുക്കളും വിസർജ്യം ഉൽപ്പാദിപ്പിക്കും. അത് പല രീതിയിലാണ് അവർ ഡീല് ചെയ്യുന്നത്. പൂച്ചകൾ കാഷ്ടം മണ്ണിൽ കുഴിച്ചിടും, മുയലുകൾ ചിലപ്പോൾ സ്വന്തം വിസർജ്യം വീണ്ടും ഭക്ഷിക്കും, ഹിപ്പോകൾ അവരുടെ വാൽ കൊണ്ട് എല്ലായിടത്തേക്കും കാഷ്ടം സ്പ്രേ ചെയ്യും, നായ്ക്കൾ കക്കൂസി പോകാൻ പറ്റിയ സ്ഥലം കണ്ടെത്താനായിട്ട് എത്ര നേരം ചുറ്റി നടക്കും. നമുക്കെന്തായാലും തൽക്കാലം മനുഷ്യരിൽ ഫോക്കസ് ചെയ്യാം. അത് തന്നെ കൗതുകമുള്ള കഥകളാണ്. വാസ്തവത്തിൽ മനുഷ്യ സംസ്കാരത്തെ രക്ഷിച്ചത് ചക്രവും തീയും വൈദ്യുതിയും ഒന്നും മാത്രമല്ല, ശുചിത്വ സംവിധാനങ്ങളും ടോയ്ലറ്റുകളും കൂടിയാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന മഹാമാരികളുടെ പിന്നിൽ പലപ്പോഴും ഉണ്ടായിരുന്നത് ഒരു ചെറിയ പ്രശ്നമായിരുന്നു: മലം. അത് എവിടെ കളയണം എന്നുള്ളതും. അപ്പോൾ ഗുഹാമനുഷ്യരിൽ നിന്ന് ആധുനിക ഫ്ലഷ് ടോയ്ലറ്റുകളിലേക്ക് നീളുന്ന വിചിത്രവും രസകരവുമായ അല്പം ദുർഗന്ധമുള്ളതുമായ ചരിത്രയാത്രയിലേക്ക് സ്വാഗതം. മൂക്ക് പിടിക്കേണ്ട, പക്ഷെ കൗതുകം തുറന്നു വെക്കൂ. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നിലേക്കാണ്. അപ്പോൾ തുടങ്ങാം. നമുക്കൊരു 54 വർഷം പുറകോട്ട് പോവാം. 1972 ഇംഗ്ലണ്ടിലെ ലോയിഡ്സ് ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിയെടുക്കലും മറ്റും നടക്കുന്നു. പെട്ടെന്നാണ് ജോലിക്കാരുടെ ശ്രദ്ധയിൽ പുരാവസ്തുക്കൾ പെട്ടത്. വസ്തുക്കൾ മാത്രമല്ല, ജൈവ വസ്തുക്കളും സൂക്ഷിക്കപ്പെട്ടേക്കാവുന്ന ഓക്സിജൻ ഇല്ലാത്ത പരിസ്ഥിതിയായിരുന്നു ആ മണ്ണിനുണ്ടായിരുന്നത്. അങ്ങനെ ബാങ്കിന്റെ പണിയൊക്കെ നിർത്തിവെക്കുന്നു. ആർക്കിയോളജിസ്റ്റുകളും ചരിത്ര ഗവേഷകരും ഒക്കെ വന്ന് എക്സ്കവേഷൻ തുടങ്ങുന്നു. കിട്ടിയതോ വൈക്കിങ്സ് കാലഘട്ടത്തെ സാമഗ്രികൾ. ഈ വൈക്കിങ്സ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ പ്രവിശ്യയിലെ ആൾക്കാരാണ്. കൃഷി മെയിനായിട്ട് നടത്തുന്ന ടീംസ് ആണെങ്കിലും അപാരമായ നാവിക വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരെ ഫേമസ് ആക്കിയത് ഇതൊന്നുമല്ല, അവർ ചെയ്ത കടൽ കൊള്ളകളാണ്. കൊളംബസിനും 500 വർഷം മുൻപേ അമേരിക്കയൊക്കെ കറങ്ങി കുടിയേറി തിരിച്ചു വന്ന യൂറോപ്പുകാർ. എന്തായാലും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാള് 9ാം നൂറ്റാണ്ടിൽ, അതായത് 1200 വർഷം മുൻപ് ഇട്ട ഒരു സാധനം നമുക്ക് കിട്ടി. അതായത് ഈ വീരന്മാരുടെ 8 ഇഞ്ച് നീളമുള്ള മലം. ബ്രെഡും മാംസവും മറ്റും മെയിനായി കഴിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ ആയിരുന്നു സാധനം. മലത്തിൽ നിന്ന് കിട്ടിയ പുഴുക്കളുടെയും മറ്റും പഠനത്തിൽ നിന്ന് ആൾക്ക് കലശലായ വീരശല്യവും മറ്റ് ഉദര രോഗങ്ങളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഇതിന്ന് ഇംഗ്ലണ്ടിലെ യോർക്കിലെ വൈക്കിംഗ് സെന്ററിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്, ഫോസിലൈസ്ഡ് പൂപ്പായി. ഇതുപോലെ മൃഗങ്ങളുടെ ഒക്കെ നമുക്ക് മ്യൂസിയങ്ങളിൽ കാണാൻ പറ്റും. ഡൈനോസറുകളുടെ ഫോസിലൈസ്ഡ് പൂപ്പിനായി മാത്രം ഒരു മ്യൂസിയം തന്നെ അമേരിക്കയിലെ ആരിസോണയിലുണ്ട്. അതായത് 70 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ടൈറാനോസോറസ് റെക്സിന്റെ 26 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്പെസിമെൻ, മലത്തിന്റെ സ്പെസിമെൻ. മൃഗങ്ങളുടെ ഇത്തരം ഫോസിലൈസ്ഡ് മലത്തെ കോപ്രലൈറ്റ് എന്ന് വിളിക്കുന്നു. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഫീൽഡിൽ ആദ്യ ടെസ്റ്റിനെ ലിക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, നക്കി നോക്കുക, അത് തന്നെ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോ ടോയ്ലറ്റോ ഇല്ലാതിരുന്ന കാലത്ത് ശോധനാ പ്രശ്നം നാം നേരിട്ടത് പറമ്പിൽ പോയിട്ടായിരിക്കണം. എന്നിരുന്നാലും പട്ടാപ്പകൽ നട്ടപ്രവെയിലത്ത് ആരും കാണാതെ മൂത്രശങ്ക ദൂരീകരിക്കുന്നത് സ്വകാര്യതയോ സൗകര്യമോ ഉള്ള പരിപാടിയല്ല. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിലും പ്ലെയിനിലും പോലും ടോയ്ലറ്റ് ഉള്ള കാലമാണ്. പക്ഷേ മില്ലേനിയൽസിന് തൊട്ടു മുമ്പുള്ള തലമുറ വരെ ഓല കൊണ്ട് മറച്ച സെറ്റപ്പിൽ കുഴിയെടുത്താണ് നാം കാര്യം സാധിച്ചിരുന്നത്. നല്ല മഴക്കാലത്തെ അവസ്ഥ ഒന്നാലേക്ക്, അങ്ങോട്ട് വീഴുമ്പോൾ വെള്ളം ഉൾപ്പെടെ തിരിച്ച് തെറിക്കുന്ന അവസ്ഥ. എന്നാൽ ചരിത്രത്തിൽ ഇതിലും വിചിത്രമായ ഉപായങ്ങൾ ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെയും ഇൻഡോർ പ്ലംബിങ്ങിന്റെയും സൗകര്യം നിസ്സാരമായി കാണുന്നതിന് മുമ്പ് മനുഷ്യൻ ഈ വിസർജ്യ പ്രശ്നത്തെ നേരിട്ടത് ഇന്നത്തെ ആരോഗ്യത്തിന്റെയോ ശുചിത്വത്തിന്റെയോ അറിവുകൾ ഇല്ലാതെയാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക്, കന്യാകുമാരിയിലേക്ക് പോകാം. നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഇന്ത്യൻ ക്ലോസറ്റിന്റെ രൂപത്തിലുള്ള ഒരു സെറ്റപ്പ് കാണാം. അത് കുഴിയെടുത്ത് സാധിക്കുന്നതിന്റെ വേറൊരു രൂപമാണ്. ടോയ്ലറ്റിന്റെ ഷേപ്പും അത് ഓർമ്മിപ്പിക്കുന്നു. കൊട്ടാരത്തിലുള്ളവർക്ക് കുറച്ചുകൂടെ പ്രൈവസി കിട്ടുമെന്ന് മാത്രം.
ഇത് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഓവുകൾ വഴി കുറെ മാറി കുഴിയിൽ ചെന്നെത്തുകയും അവിടുന്ന് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കിയും ഇടുന്നു. ദുർഗന്ധം ഒഴിവാക്കാൻ കൂട്ടത്തിൽ ചാരവും കരിയിലയും ഒക്കെ ഇടുന്ന സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു. പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ മുറികളിലും ഉപയോഗിച്ചിരുന്നു. ചരിത്രത്തിൽ ഏർലി മോഡേൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. ഇന്നത്തെ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക വാർഡുകളും ഉൾപ്പെട്ട ഒരു സെൻട്രൽ ഡ്രെയിനേജ് സിസ്റ്റം 1940കളിൽ വരികയുണ്ടായി. അതായത് വീടുകളിൽ സെപ്പറേറ്റായി സെപ്റ്റിക് ടാങ്ക് ഇല്ല, എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം. മുമ്പ് പറഞ്ഞ ഏർലി മോഡേൺ സമയം എന്ന് പറയുമ്പോൾ വെള്ളക്കാർക്ക് ബോധം വന്നു തുടങ്ങിയ സമയം. അപ്പോൾ ആണല്ലോ ഈ നവോത്ഥാനവും മറ്റ് കലാ, സാഹിത്യ, സാംസ്കാരിക മുന്നേറ്റങ്ങളും കണ്ടെത്തലുകളും അതിന്റെ ഭാഗമായി ലോകം കറങ്ങി കീഴടക്കാൻ നടത്തിയ ശ്രമങ്ങളും അമേരിക്ക കണ്ടുപിടിക്കുന്നതും വാസ്കോ കോഴിക്കോട് എത്തുന്നതും ഒക്കെ. എന്നിട്ടും അവ 18-19 നൂറ്റാണ്ട് വരെ കിണ്ണത്തിലാണ് സാധിച്ചിരുന്നത്. അലങ്കാരത്തിന് ചേംബർ പോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. പൈസ അല്ലെങ്കിൽ കയ്യിലുള്ള പണത്തിന്റെ അധികാരത്തിന്റെയും അവസ്ഥക്കനുസരിച്ച് ഈ കിണ്ണത്തിന്റെ ഭംഗിക്കുമൊക്കെ വ്യത്യാസം വരും. എന്തായാലും നമ്മുടെ കോളാമ്പിയുടെ ഒരു അകന്ന ബന്ധു സമയാസമയം ഈ കിണ്ണത്തിൽ മൂത്ര വിസർജനം നടത്തുകയും ശേഷം ക്ലാസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാരെ കൊണ്ട് ഇത് വൃത്തിയാക്കിക്കുകയും ചെയ്തിരുന്നു. ഈ പണമോ പ്രതാപമോ ഇല്ലാത്തവര് അവരവര് തന്നെ വൃത്തിയാക്കും. പക്ഷെ ഇതൊക്കെ ഇവർ കൊണ്ടിടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കുഴിയിലോ അല്ലെങ്കിൽ തടാകത്തിലോ മറ്റോ ആയിരിക്കും. കുഴിയിലാണ് ഇടുന്നതെങ്കിൽ ഈ കുഴി വൃത്തിയാക്കാൻ സമയാസമയം ആൾ വരും. തലച്ചുമടായി ഇത് കൊണ്ടുപോകും ഇത്രക്കാരൻ. എന്നിട്ട് കൊണ്ടുപോയി സിറ്റി ലിമിറ്റ്സിന് പുറത്ത് ഡംപ് ചെയ്യും. ഇവരൊരു രാത്രി 9 തൊട്ട് രാവിലെ 5 മണി വരെയാണ് വർക്ക് ചെയ്തിരുന്നത്. നൈറ്റ് മെൻ എന്നോ ഗോങ് ഫാർമേഴ്സ് എന്നൊക്കെയാണ് ഇവരെ വിളിച്ചിരുന്നത്. ഇയാൻ മോർട്ടിമറിന്റെ ദ ടൈം ട്രാവലേഴ്സ് ഗൈഡ് ടു റീജൻസി ബ്രിട്ടനിൽ ഇതേപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ യൂറോപ്പിൽ സ്ഥിരമായി കാണുന്ന കെട്ടിടങ്ങളാണ് കോട്ടകൾ. ഈ കോട്ടകളിലെ ടോയ്ലറ്റ് സിസ്റ്റം ഇതിലും രസമാണ്. ഒരു മൂലയ്ക്കാണ് ഒരു മുറി ഉണ്ടാവുക. അവിടുന്ന് വളരെ ചെറിയ ഒരു ഊട്ട ഇട്ടിട്ട് കാര്യം സാധിക്കും. അതായത് ഈ മൂലയ്ക്കുള്ള ഒരു മുറിയിൽ ഒരു ഊട്ട കാണും. ആ ഊട്ടയിൽ കാര്യം സാധിക്കും. അവിടുന്ന് ഒരു ഷൂട്ട് വഴി ഇത് താഴേക്ക് ഒരു കുഴിയിലേക്ക് സമാഹരിക്കപ്പെടും. കുഴിയിലേക്കോ അല്ലെങ്കിൽ തടാകത്തിലേക്കോ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഗോങ് ഫാർമേഴ്സ് വന്ന് ഈ കുഴി ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും. പക്ഷേ ഈ പറഞ്ഞ ഷൂട്ടിന്റെ അല്ലെങ്കിൽ കുഴല് അധികം ഗാർഡൊന്നും ചെയ്തിരുന്നില്ല. ശ്രദ്ധയോ കാവലോ ഇല്ലാതെ കിടക്കുന്ന അത്തരം ഷൂട്ടുകളിൽ കൂടി ശത്രുക്കൾ കയറുന്നതും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ ഭാവനാ കഥകളാവാൻ സാധ്യതയില്ല. എന്തായാലും ഇതൊക്കെ നടക്കുന്നത് ഈ മാലിന്യം കളയാൻ പറമ്പ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലാണ്, കൺട്രി സൈഡുകളിൽ. ജനങ്ങൾ തിങ്ങി പാർത്തിരുന്ന മൾട്ടിപ്പിൾ നിലയുള്ള കെട്ടിടങ്ങളിൽ വസിച്ചിരുന്ന മിക്ക യൂറോപ്പിലെ സിറ്റികളിലും ഇത് നടപ്പില്ല. അവിടങ്ങളിൽ മുകളിലത്തെ നിലയിൽ നിന്നും ഈ ചേംബർ പോട്ടിലെ സാധനങ്ങൾ നഗരമധ്യത്തിലേക്ക് വെറുതെ കമത്തുകയാണ് ആൾക്കാരുണ്ടായിരുന്നത്. താഴെക്കൂടെ നടക്കുന്നവർക്ക് വേണ്ടി ഒരു വാണിംഗ് ആയിട്ട് സൂക്ഷിച്ചോന്നോ മറ്റോ വിളിച്ചു പറയും. ആ സമയത്തെ ഇംഗ്ലണ്ടിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും യൂറോപ്യൻ സിറ്റികളിലൂടെ നടക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ഇത്തരക്കാരാണ് ഓടി നടന്നന്ന് ലോകത്തെ മൊത്തം സിവിലൈസ് ചെയ്യാൻ നടന്നത്. വേറൊന്നുള്ളത്, അന്ന് ഈ ജേം തിയറി ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വൃത്തിയും പൊതു ആരോഗ്യവും തമ്മിലുള്ള അന്തർധാരയെ പറ്റി അവർ അജ്ഞരായിരുന്നിരിക്കണം. എന്തായാലും ഇത് ഒത്തിരി പാൻഡമിക്കുകൾക്ക് കാരണമായിട്ടുണ്ട്. ശേഷം 1858 ഒരു പ്രധാന ഏടായി മാറിയത് അവിടുത്തെ സീവേജ് ക്രൈസിസ് ആണ്, ഇംഗ്ലണ്ടിലെ. അതിനെ ദ ഗ്രേറ്റ് സ്റ്റിങ്ക് എന്നറിയപ്പെടുന്നു. അതായത് തേംസ് തടാകത്തിലേക്ക് ഇമാതിരി വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞപ്പോൾ ആ സിറ്റി മൊത്തം നാറാൻ തുടങ്ങി. പാർലമെന്റ് കൂടാൻ പറ്റാത്ത അത്രയും ദുർഗന്ധം. അങ്ങനെയാണ് അവിടുത്തെ മോഡേൺ സീവർ സിസ്റ്റം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് റോമിലേക്ക് പോവാം. പണ്ടത്തെ പ്രതാപികളായിരുന്നല്ലോ റോമൻ സാമ്രാജ്യം. അവിടുത്തെ ബിൽഡിങ്ങുകളും ഫെസിലിറ്റികളും ഒക്കെ പ്രശസ്തമാണ്. അക്കൂട്ടത്തിൽ പൊതു ശൗചാലയങ്ങളും പെടും. ഈ നീളൻ ബെഞ്ചിൽ തുളകളിട്ട് താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വിസർജ്യം വീഴുകയും അങ്ങനെ അത് വൃത്തിയാക്കപ്പെടുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അന്നവിടെ മൂത്രത്തിന് നല്ല ഡിമാൻഡായിരുന്നു. ഈ ലെതർ ഇൻഡസ്ട്രിയിൽ ടാനിങ്ങിനും കമ്പിളി വൃത്തിയാക്കുന്നതിനും പല്ല് വിളക്കാൻ പോലും
യൂറിൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്പേഷ്യൻ ചക്രവർത്തി യൂറിൻ ടാക്സ് പോലും ഈടാക്കിയിരുന്നു അത്ര. അമേദ്യത്തിനും നല്ല ഡിമാൻഡായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ഡിമാൻഡെങ്കിലും ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മരുന്നിനൊപ്പമൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ഈ കൊറിയയിലൊക്കെ വളരെ റെയറായിട്ടാണെങ്കിലും കുട്ടികളുടെ അമേദ്യം ഉപയോഗിച്ചൊരു തരം വൈൻ പോലും ഉണ്ടാക്കിയിരുന്നു അത്ര. എന്തായാലും പബ്ലിക് ടോയ്ലറ്റുകളിൽ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കാര്യം സാധിക്കാൻ, പ്രൈവസി തീരെ ഇല്ലാത്ത ഒരു ഏർപ്പാട്. സംഭവം കഴിഞ്ഞ് കഴുകാൻ വെള്ളവും സ്പോഞ്ചും ഒക്കെ അവിടെ നിന്ന് തന്നെ കൊടുക്കും. ഒരു പ്രശ്നം മാത്രം, എല്ലാവർക്കും കൂടി ഒരു സ്പോഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ പൊതു ആരോഗ്യത്തെ ബാധിച്ച ഒരു സിസ്റ്റം കൂടിയാണിത്. ഈ റോമൻ പബ്ലിക് ലാട്രിൻസ് വർക്കിംഗ് ക്ലാസിന്റെ ഇടയിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അന്നും പണവും പ്രതാപവും ഉള്ളവര് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ചൈനയിലെ ഹാൻ ഡൈനാസ്റ്റിയുടെ കാലത്ത് ഈ പന്നികൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി ഡയറക്റ്റ് കണക്ഷൻ വഴി ഈ വിസർജ്യം എത്തിച്ചിരുന്നു. ഇതായിരുന്നു അന്നത്തെ അവിടുത്തെ ടോയ്ലറ്റിന്റെ ഒരു ഡിസൈൻ. ഇതൊരു പക്ഷേ ഈ ടേപ്പ് വർം പോലുള്ള വിരകൾക്ക് അത് പടരാൻ കാരണമായിരുന്നിരിക്കണം. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷുകാർ ആദ്യ ഫ്ലഷ് സിസ്റ്റത്തിന് രൂപകൽപ്പന നൽകുന്നത്. അന്ന് വെള്ളത്തിന് പകരം മണ്ണോ ചാരമോ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഈ ദുർഗന്ധത്തിനെ സാരമായി കുറച്ചിരുന്നു. ബാക്കി ശേഷിച്ചത് വളമായിട്ടും ഉപയോഗിക്കാമല്ലോ. ഇതായിരുന്നു ഒട്ടുമിക്ക സംസ്കാരങ്ങളിലെയും ടോയ്ലറ്റിന്റെ ഡിസൈനിന്റെ മെയിൻ ഐഡിയ. അതായത് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തൊരു കുഴിയിൽ എത്തിക്കുന്നു. ആ കുഴിയിൽ നിന്ന് ഒന്നെങ്കിൽ ദൂരെ എവിടേക്കെങ്കിലും ആൾക്കാരെ കൊണ്ട് ഇത് ഡംപ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കും. വേറൊന്ന്, ഈ ചേംബർ പോട്ടിന്റെ പല രൂപങ്ങൾ ഒട്ടുമിക്ക സംസ്കാരങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ അത് വളരെ കുറവായിരുന്നു എന്ന് മാത്രം. എന്നാൽ സിന്ധു നദീതട സംസ്കാരങ്ങളിൽ 4000 തൊട്ട് 5000 വർഷം മുൻപ് പോലും ഇൻഡോർ പ്ലംബിങ്ങിന്റെ തെളിവുകൾ ഖനനം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പ്രൈവറ്റായ ടോയ്ലറ്റ്, കുളിമുറികൾ ഒക്കെ കണക്ട് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സീവേജ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു പല നിലകളിലുള്ള വീടുകളിൽ പോലും. 2300 വർഷം മുമ്പ് മൗര്യൻ സാമ്രാജ്യത്തിൽ പൊതുവായി വിസർജിച്ചാൽ ഫൈൻ ഉള്ളതായി അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു. ഈ സെപ്റ്റിക് ടാങ്കിന്റെ രീതിയിൽ വലിയ ടെറാക്കോട്ട കുഴികളിൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന ഗുപ്ത സാമ്രാജ്യത്തിൽ ഈ വക വേസ്റ്റുകൾ വെള്ള സ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാനും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും പുരാതന കാലം ഒത്തിരി പോകണ്ട, 18-19 നൂറ്റാണ്ട് വരെ ലണ്ടൻ സിറ്റി ഉൾപ്പെടെ നമ്മൾ വിഷ്വൽസ് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്നേക്കാവുന്ന ദുർഗന്ധം ഓൾക്കാറേയില്ല. സുന്ദരമായ കൊട്ടാരം, കോട്ടകൾ, മുറികൾ ഇവയൊക്കെ മൂലക്കിരിക്കുന്ന ചേംബർ പോട്ടിന്റെ ഗന്ധം തങ്ങി നിൽക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ഒറ്റപ്പെട്ട തടവിലാക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് ഒരേ മുറിയിൽ ഭക്ഷണവും ഉറക്കവും അതേ മുറിയിൽ മൂലയിൽ ഒരു ക്ലോസറ്റും കൊടുക്കുന്ന പോലെ. ഇതിനേക്കാളും കൗതുകമുള്ള വേറൊന്നുണ്ട്. ഈ മിഡീവൽ ഇംഗ്ലണ്ടിൽ 11 തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെ ജീവിതം പ്രാർത്ഥനയ്ക്കായി ഒഴിഞ്ഞുവെച്ച സ്ത്രീകൾ പൊതുജീവിതം വർജിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മാത്രം മുഴുകി ഒരു ഒറ്റമുറിയിൽ ജീവിച്ചിരുന്നു. അത് ഈ ചർച്ചിനോടോ മൊണാസ്ട്രിയോടോ ചേർന്ന് വളരെ കുഞ്ഞു മുറികളിൽ. അതിന് പുറത്തേക്ക് ഒരു ജനൽ കാണും, പിന്നെ വേറൊരു ജനലുള്ളത് ഈ ചർച്ചിനകത്തേക്ക് ദൈവബിംബത്തിലേക്ക് കാണാനും മാത്രം. ഈ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് അന്ത്യകൂദാശയൊക്കെ കൈകൊണ്ടിട്ടാണ് കയറുക. കയറി കഴിഞ്ഞാലോ വാതിൽ ആണി അടച്ചോ ഇഷ്ടിക കൊണ്ടോ ഒക്കെ അടയ്ക്കും. ഉള്ള ജനലിൽ കൂടിയാണ് ഈ ഭക്ഷണം കിട്ടുന്നതും വിസർജ്യം പുറത്തേക്ക് കൊടുക്കുന്നതും. അങ്ങനെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത ഇടുങ്ങിയ മുറിയിൽ ശിഷ്ടകാലം ദൈവത്തെ ഓർത്ത് അങ്ങനെ കിടക്കും. ഇതൊക്കെ ആണെങ്കിലും ഒരു സാമ്യമുണ്ട് എല്ലായിടത്തും, എല്ലാ കാലത്തും, എല്ലാ സംസ്കാരങ്ങളിലും. ഇത്തരം വേസ്റ്റ് കൊണ്ടുപോയി കളയുന്നവരെ, അതായത് ഉപകാരം ചെയ്യുന്നവരെ അധകൃതരായിട്ടാണ് കരുതിയിരുന്നത്. ഇന്നിപ്പോ നമ്മൾ പലതരം ബാത്റൂമുകളും വാഷ്റൂമുകളും ഉള്ളവരാണ്. അറ്റാച്ച്ഡ് ബാത്റൂം, ഡിസൈനർ ബാത്റൂം, മാത്രമല്ല ഓടുന്ന ട്രെയിനില്, ബസ്സില്, പ്ലെയിനിൽ പോലും എത്ര ചെറിയ സൗകര്യത്തിൽ പോലും ഒരു വാഷ്റൂം ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പോർട്ടബിൾ വാഷ്റൂം, കോർപ്പറേറ്റ് വാഷ്റൂം. ഈ അതിന്റെ ഡിസൈനിൽ ചെറിയ വിടവ് വാതിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഡ്രഗും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തടയാനും ബോധം കെടുന്നവരെ ശ്രദ്ധിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണത്. ഇതൊക്കെ ആണെങ്കിലും 2014 പോലും ഫംഗ്ഷൻ ചെയ്യുന്ന ടോയ്ലറ്റ് ഇല്ലാത്ത കുടുംബങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായ നിലയിലാണല്ലോ സ്വച്ഛ് ഭാരത് മിഷൻ കൊണ്ടുവരുന്നത്. 5000 വർഷം മുമ്പ് ഇൻഡോർ പ്ലംബിംഗ് ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ കാരണവന്മാര് ശേഷം വന്ന തലമുറകളെ നോക്കി മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും.
നല്ലതൊന്നും എടുത്തില്ലേലും മോശപ്പെട്ടതൊക്കെ പെറുക്കി എടുത്ത് എന്തിനാണെന്ന് കൂടി അറിയാതെ പിന്തുടർന്ന് കസ്റ്റമാക്കി കൾച്ചറാക്കി വെച്ചു. 500 വർഷം മുൻപ് മാത്രം നവോത്ഥാനിക്കപ്പെട്ട വെള്ളക്കാരെ നോക്കി വെള്ളമിറക്കുന്ന പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോയി.